തൃശൂർ നഗരത്തെ മുൾമുനയിൽ നിർത്തി ഇടഞ്ഞ ആനയുടെ പരാക്രമം. തിരുവനന്തപുരം വർക്കലയിൽ നിന്നും കൊണ്ടുവന്ന ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വീടുകളിലെ മതിലുകളും വാഹനങ്ങളൊക്കെ ആന തകർത്തു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. ആനയെ തിരികെ വർക്കലയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ. പാറമേക്കാവ് ക്ഷേത്രത്തിലെത്തിച്ച ശിവലക്ഷ്മി അയ്യപ്പൻ രാവിലെ 8:30 തെക്കേ ഗോപുരനട പരിസരത്താണ് ഇടഞ്ഞത്. നഗരത്തിലൂടെ ഓടിയ ആന കണ്ണിൽ കണ്ട വാഹനങ്ങളെല്ലാം അടിച്ചു തകർത്തു. വീടുകളുടെ മതിലും ഗേറ്റുകളും തകർത്തു. ആനയുടെ മുന്നിൽപ്പെട്ട നാട്ടുകാർ ഭയന്നോടി. കാറിൽ സഞ്ചരിക്കവേ ആനയ്ക്ക് മുന്നിൽപ്പെട്ട സംഗീത എന്ന യുവതി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നഗരത്തിലെ ചെമ്പൂക്കാവും പെരിങ്ങോട്ടുകരയും കടന്ന മഹാത്മാഗാന്ധി നഗറിലെത്തിയ ആന അവിടെ ഉണ്ടാക്കിയത് വലിയ നാശനഷ്ടം. തൊഴിച്ചു കഴിഞ്ഞ് ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയ തെക്കാ ഗോപുരം നിന്ന് പടം എടുക്കാൻ നേരത്ത് അത് പെട്ടെന്ന് ഓടി. അപ്പോൾ ഞങ്ങളൊക്കെ ഓടി. ഞങ്ങൾക്ക് അത് നടന്നു പോകുന്ന വീഡിയോ ഞങ്ങൾ എടുത്തു. അത് കഴിഞ്ഞ് അത് ഓടി പാലസ് റോഡ് വഴി വന്ന് എൻ്റെ വീട് ചെമ്പൂക്കാവ് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് അത് ചെമ്പൂക്കാവ് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ പിന്നാലെ പോകുമായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനെ തളയ്ക്കാൻ പറ്റിയത്. ധാരാളം വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. പഴങ്ങളും തണുത്ത വെള്ളവും നൽകി ആനയെ ശാന്തനാക്കിയ ശേഷമാണ് തളച്ചത്. വനം വകുപ്പിന്റെയും എലിഫന്റ് സ്ക്വാഡിന്റെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. മന്ത്രി OJ ജനീഷ്, തൃശൂർ MLA രാജൻ ജെ പല്ലൻ തുടങ്ങിയ ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് വില്ലേജ് ഓഫീസറും അതോടൊപ്പം തന്നെ തഹസിൽദാരും കണക്കെടുപ്പ് നടത്തും. ഇന്ന് തന്നെ റിപ്പോർട്ടും കൈമാറും. അതോടൊപ്പം തന്നെ ആനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൂടി ഇന്ന് തന്നെ കൈമാറാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആനയുടെ മുഖത്തും തുമ്പിക്കൈയിലും പരുക്കുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ പ്രദേശത്തെ നാശനഷ്ടങ്ങളുടെ കണക്ക് വിലയിരുത്തി വരികയാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.